എല്ലാ പ്രേക്ഷകർക്കും അഷ്റഫ് ഫോർ യു മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങളുടെ ബന്ധത്തിൽ ആ വ്യക്തിക്ക് എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചതെന്നാണ് നമ്മൾ നോക്കുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാവുന്നത്. അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് ഒന്നാമത്തെ ഫയലായ പൂമരം തിരഞ്ഞെടുത്ത ഒരു റീഡിങ്ങിലേക്ക് പോകാം. നിങ്ങളുടെ ബന്ധത്തിൽ ആ വ്യക്തിക്ക് എന്താണ് സംഭവിച്ചതെന്ന് നാം നോക്കുന്നതിന് മുമ്പായിട്ട് ആ വ്യക്തി ഒരുപാട് പ്രതീക്ഷിച്ചിരുന്നു. ആ വ്യക്തി ലഭിക്കുന്ന കാര്യം നിങ്ങളിൽ നിന്ന് ആ വ്യക്തി പ്രതീക്ഷിച്ച പല കാര്യങ്ങളും ഒരു യാഥാർത്ഥ്യബോധം ഉള്ളതല്ലായിരുന്നു. നിങ്ങൾക്ക് നൽകാൻ കഴിയുന്നതിനേക്കാൾ കൂടുതൽ, നിങ്ങൾ നൽകുന്നതിനേക്കാൾ കൂടുതൽ ആ വ്യക്തി ആഗ്രഹിക്കുന്നു. അത് എല്ലാ കാര്യത്തിലും അതുപോലെ സംഭവിച്ചു. അകാരണമായ ആ വ്യക്തിയുടെ ആഗ്രഹങ്ങൾ, ആ വ്യക്തിയുടെ തെറ്റിദ്ധാരണകൾ, നിങ്ങളിൽ നിന്നും നിങ്ങൾ പരമാവധി നൽകിയിട്ടും അതൊന്നും പോരാ എന്നുള്ളൊരു ചിന്ത ആ വ്യക്തിക്ക് വന്നു. ആ വ്യക്തിക്ക് നിങ്ങളെക്കുറിച്ച് പല കാര്യങ്ങളിലും സംശയങ്ങളുണ്ടാകാൻ കാരണമെന്ന് വെച്ചാൽ യാഥാർത്ഥ്യബോധത്തോടെ ഉള്ള ഒരു നിലപാടല്ല പലപ്പോഴും ആ വ്യക്തി നിങ്ങളുമായിട്ടുള്ള ബന്ധത്തിൽ കാണിച്ചത്. മാത്രമല്ല, പല ആളുകളും ആ വ്യക്തികളെ തെറ്റിദ്ധരിപ്പിക്കുകയും ആ വ്യക്തിക്കും നിങ്ങൾക്കും ഇടയിൽ പ്രതിസന്ധികൾ സൃഷ്ടിക്കാൻ ശ്രമിക്കുകയൊക്കെ ചെയ്തു. ഇതെല്ലാം നിങ്ങളും ആ വ്യക്തിയും തമ്മിലുള്ള ബന്ധത്തിൽ പല പ്രതിസന്ധികളും ഉണ്ടാക്കി. ബന്ധത്തിൽ ഇതുവരെ പ്രതിസന്ധികൾ കാര്യമായിട്ടില്ലാതെ പോയത് തന്നെ നിങ്ങളുടെ ക്ഷമാശീലമാണ്. മറ്റുള്ളവർ നിങ്ങളെയും ആ വ്യക്തിയെയും തമ്മിലുള്ള ബന്ധത്തെ തകർക്കാൻ ശ്രമിക്കുമ്പോഴും നിങ്ങളെടുത്ത നിലപാടുകൾ, ക്ഷമ, അത് രമ്യതയിലാക്കുക, എല്ലാം സഹിച്ച് നിങ്ങൾ മുന്നോട്ട് പോയത്, അതെല്ലാം വലിയ തരത്തിലുള്ള ഒരു നിലനിൽപ്പ് നിങ്ങളുടെ ബന്ധത്തിലുണ്ടാക്കി. അല്ലാതിരുന്നെങ്കിൽ ഒരുപക്ഷെ അതിനെത്രയോ മുമ്പ് തന്നെ നിങ്ങളും ആ വ്യക്തിയും തമ്മിലുള്ള ബന്ധത്തിൽ തകർച്ച ഉണ്ടായിരുന്നേനെ. ആ വ്യക്തി അർഹതപ്പെടാത്തത് പലതും ആഗ്രഹിച്ചിരുന്നു. അല്ലെങ്കിൽ ആ വ്യക്തിക്ക് യഥാർത്ഥത്തിൽ ലഭിക്കേണ്ടത് പരിധികൾ പലതും ആ വ്യക്തി ലംഘിച്ച രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ആ വ്യക്തിയുടെ ഭാഗത്തു നിന്നുണ്ടായി. ഇതെല്ലാം ബന്ധങ്ങളിൽ വിള്ളലുകൾ ഉണ്ടാക്കുന്നതിന് തീർച്ചയായിട്ടും കാരണമായി. അത് നിങ്ങളും ആ വ്യക്തിയും തമ്മിലുള്ള ബന്ധത്തിനെ കൃത്യമായി ബാധിക്കുകയും ചെയ്തു. പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഉണ്ടായത് ആ വ്യക്തിയുടെ മനസ്സിനുള്ളിലാണ്. ഓരോ സംഭവവികാസങ്ങളെയും, അല്ലെങ്കിൽ നിങ്ങൾ നൽകിയ സ്നേഹത്തെയൊക്കെ വില കുറച്ച് കണ്ടു, നിങ്ങൾ നൽകിയ സഹായത്തെ വില കുറച്ച് കണ്ടു, നിങ്ങളുടെ സമീപനങ്ങളെയും നിങ്ങളുടെ സഹകരണത്തെ പോലും ആ വ്യക്തി വില കുറച്ച് കാണുകയും നിങ്ങളെ മനസ്സിലാക്കാതെ മുന്നോട്ട് പോവുകയും ചെയ്തു. അതിൻ്റെ എല്ലാം ഫലമാണ് യാഥാർത്ഥ്യബോധത്തോടു കൂടി നിങ്ങളെ സമീപിച്ച് നിങ്ങളെ മനസ്സിലാക്കുന്നതിൽ ആ വ്യക്തി പരാജയപ്പെട്ടതാണ് എല്ലാത്തിനും കാരണം. ആ വ്യക്തിക്ക് കുറച്ചുകൂടി യാഥാർത്ഥ്യബോധത്തോടെ നിങ്ങളെ കാണാമായിരുന്നു. പക്ഷെ ഇപ്പോൾ ആ വ്യക്തി തൻ്റെ പ്രവൃത്തികളിൽ തെറ്റ് സംഭവിച്ചു, തൻ്റെ ചിന്താഗതിയിൽ തെറ്റ് സംഭവിച്ചു എന്നുള്ള ബോധ്യത്തോടെ നിങ്ങളെ സമീപിക്കാൻ എത്തും. കാരണം ആ വ്യക്തിയെ ചില ആളുകൾ അതിൽ ബുദ്ധിമുട്ടിക്കുകയും പിരികേറ്റുകയും കുഴപ്പത്തിലാക്കുകയൊക്കെ ചെയ്തതുകൊണ്ടാണ് ഈ സംഭവങ്ങൾ ഉണ്ടായത്. അല്ലാതെ ആ വ്യക്തി ബോധപൂർവമായിട്ട് സ്വയമേവ എടുത്തൊരു സ്വഭാവമല്ല. പക്ഷെ ആ വ്യക്തി അത് തിരുത്തി നിങ്ങളുമായിട്ടുള്ള ബന്ധം ദൃഢമായി മുന്നോട്ട് പോകുന്നതിന് സഹായകമാകും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അത് തന്നെയാണ് ഇനി സംഭവിക്കാനും പോകുന്നത്. അതായിട്ട് പൂമ്പാറ്റ പൈലായി സ്വീകരിച്ചവരുടെ റീഡിങ്ങിലേക്കാണ് പോകുന്നത്. ജീവിതത്തിൽ സുഖം, ജീവിതം ആസ്വദിക്കുക, അതിൽ മാത്രം ഈ പൈൽ സ്വീകരിച്ചവരുടെ വ്യക്തി കോൺസെൻട്രേറ്റ് ചെയ്തു. ജീവിതത്തിൻ്റെ നിലനിൽപ്പിനെക്കുറിച്ച് ചിന്തിച്ചില്ല. എന്ത് വന്നാലും തൻ്റെ കാര്യങ്ങൾ നടക്കണം, എന്ത് വന്നാലും താൻ ആഗ്രഹിച്ചത് നടക്കണം എന്നുള്ള ഒരു പിടിവാശി ഈ വ്യക്തിക്കുണ്ടായി. ജീവിതം മൊത്തത്തിൽ മനുഷ്യരുടെ ക്ഷണികമാണെന്നുള്ളത് ചിന്തിക്കാതെ അപ്പപ്പോഴുള്ള കാര്യങ്ങൾക്ക്, ഭൗതിക സുഖങ്ങൾക്ക് വേണ്ടി ആ വ്യക്തി പുറകെ പോയി. അത് ഒന്നിൽ നിന്നും മറ്റൊന്നിലേക്ക് പാറി നടന്ന് പോകുന്ന അവസ്ഥ ഉണ്ടായപ്പോൾ യഥാർത്ഥ ആത്മാർത്ഥതയും യഥാർത്ഥ പ്രണയവും യഥാർത്ഥ നന്മയും ആ വ്യക്തിയുടെ മനസ്സിൽ നിന്ന് നഷ്ടപ്പെടാൻ കാരണമായി.
ഏറ്റവും കുറഞ്ഞ പക്ഷം ചിന്താഗതിയിലെങ്കിലും ആ ഒരു നഷ്ടം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. അതുതന്നെയാണ് ജീവിതത്തെ ഒരു വലിയ ഫ്രെയിമിൽ ആ വ്യക്തി കണ്ടില്ല. അതുകൊണ്ട് തന്നെ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വാശി പിടിക്കുകയും അപ്പപ്പോഴുള്ള കാര്യങ്ങളിൽ കോൺസെൻട്രേറ്റ് ചെയ്യുകയും ചെയ്തു. യഥാർത്ഥത്തിൽ എല്ലാം ക്ഷമിച്ചും സഹിച്ചും ചിലത് കണ്ടില്ലെന്നും കേട്ടില്ലെന്നും വെച്ച് മുന്നോട്ട് പോകാനുള്ള വിവേകം ആ വ്യക്തി കാണിച്ചില്ല. ജീവിതം മുഴുവനും ഒരു ക്ഷമയുമില്ലാതെ വൈകാരികമായി ആ വ്യക്തി കൊണ്ടുപോയി. വൈകാരികത ആ വ്യക്തിയെ തടവറയിലാക്കിയിട്ടുണ്ടായിരുന്നു. ഓരോ കാര്യത്തിനും നിങ്ങൾ കാണിച്ച ക്ഷമയും സഹകരണവും ഇല്ലായിരുന്നെങ്കിൽ ആ വ്യക്തിയുടെ ജീവിതം മൊത്തം തകർന്നു പോകുമായിരുന്നു. ആ വ്യക്തിയും നിങ്ങളും തമ്മിലുള്ള ജീവിതം തകർക്കാൻ ആഗ്രഹിച്ച ആളുകൾ തീർച്ചയായിട്ടും അത്തരമൊരു ശ്രമം നടത്തുകയും ചെയ്തു. കാരണം ആ വ്യക്തിയെ പിരികേറ്റിയാൽ എല്ലാ കാര്യങ്ങളും ആ വ്യക്തി കുളമാക്കും, അല്ലെങ്കിൽ ആ വ്യക്തി വൈകാരികമായി പ്രതികരിച്ച് നിങ്ങളും ആ വ്യക്തിയും തമ്മിലുള്ള ജീവിതത്തെ പോലും അത് തകർക്കുമെന്ന് മനസ്സിലാക്കി അവർ ആ അവസ്ഥകൾ ഉപയോഗിച്ചിട്ടുണ്ട്. നിങ്ങൾക്കത് കണ്ടപ്പോൾ വിഷമം തോന്നി. മറ്റുള്ളവരുടെ കളിപ്പാവയായിട്ട് സ്വന്തം ജീവിതം തകർത്തുകൊണ്ടിരിക്കുന്ന ആ വ്യക്തിയെ നിങ്ങൾ ദേഷ്യത്തോടെയും ദയനീയതയോടെയും കൂടിയാണ് നോക്കിയത്. പെട്ടെന്ന് നിങ്ങൾക്കും ദേഷ്യം വന്നു. ഒന്നും പറഞ്ഞു കൊടുത്തിട്ട് മനസ്സിലാക്കാനുള്ള ശേഷിയില്ലാതെ സ്വന്തം ജീവിതം ഇത്തരത്തിൽ തെറ്റായ കാര്യങ്ങളുടെ തടവറയിലാക്കി നശിപ്പിച്ച് കളയുന്നത് നിങ്ങൾക്കൊട്ടും സഹിച്ചില്ല. അങ്ങനെ നിങ്ങളും ആ വ്യക്തിയും തമ്മിലൊരു നോ കോൺടാക്ട് സിറ്റുവേഷനിലേക്ക്, ഒരു അകൽച്ചയിലേക്കൊക്കെ പോയി. പക്ഷേ ആ വ്യക്തി ഉടൻ തന്നെ കാര്യങ്ങൾ മനസ്സിലാക്കി വരും. കാരണം അല്ലാതെ രക്ഷയില്ല. നിങ്ങളുടെ ഭാഗത്തു നിന്ന് ക്ഷമയോടെ ആ വ്യക്തി ഉപദേശിക്കുകയും വേണം. ജീവിതമെന്ന് പറയുന്നത് ഒരു വലിയ ഫ്രെയിമാണെന്നും അത് നാം ഇച്ഛിക്കുന്ന രീതിയിലല്ല കാര്യങ്ങൾ പോകുന്നതെന്നും കൃത്യമായി ആ വ്യക്തിയെ മനസ്സിലാക്കിപ്പിക്കണം. അനുഭവങ്ങളിൽ നിന്ന് മനസ്സിലാക്കാനുള്ള വിവേകം പോലും ഇല്ലാത്തൊരു വ്യക്തിയാണ് നിങ്ങളുടെ വ്യക്തി. ശത്രുക്കൾ ആ വ്യക്തിയുടെ ആ ബലഹീനതയെ ചൂഷണം ചെയ്യുന്നുണ്ട്. പ്രകൃതിയെയും സൗന്ദര്യത്തെയും ആസ്വദിക്കുന്നതൊക്കെ നല്ലത് തന്നെ, പക്ഷെ അതിലേക്ക് മാത്രമായി കോൺസെൻട്രേറ്റ് ചെയ്തു പോകുന്ന ആ വ്യക്തിയുടെ ചിന്താഗതികൾ മോശമാണ്. സർഗഭാവനയും കഴിവും ഉള്ള ആ വ്യക്തി ജീവിതത്തിൽ കീർത്തി നേടി മുന്നോട്ട് പോകാനിരിക്കുകയാണ്. പക്ഷേ ആത്മീയ ചിന്തയിലേക്ക് ആ വ്യക്തി തിരിച്ചു വന്നാൽ, നിങ്ങൾക്ക് ആത്മീയതയിലേക്ക് ആ വ്യക്തിയെ തിരിച്ചു കൊണ്ടുപോകാൻ കഴിഞ്ഞാൽ, ഇഷ്ടശക്തിയിൽ മനമുരുകി പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ, ജീവിതം നിങ്ങൾക്ക് രണ്ടുപേർക്കും ഒരു വലിയ സൗന്ദര്യമുള്ള, അല്ലെങ്കിൽ ആത്യന്തികമായി നിലനിൽക്കുന്ന ആയിരം സൗഭാഗ്യങ്ങൾ വരുന്ന ഒന്നായിട്ട് മാറുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയും. നിങ്ങളുടെ പോസിറ്റീവ് എനർജി നിങ്ങൾക്ക് നൽകിയ അനുഗ്രഹങ്ങൾ മനസ്സിലാക്കി ആസ്വദിച്ച് മുന്നോട്ട് പോകാൻ നിങ്ങൾ ആ വ്യക്തിയെ പ്രാപ്തയാക്കുക. അങ്ങനെ നിങ്ങൾക്ക് ജീവിതത്തിൽ വിജയം കൈവരിക്കാൻ സാധിക്കും. അതുടൻ സാധിക്കുകയും ചെയ്യും. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാകുന്നത്. അതുകൊണ്ട് ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.